എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. രശ്മിയാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ താങ്ക്സ്. പുതിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ അത്തത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്കതിൽ ഓവർ ലെങ്ത് ആയിന്ന്. അപ്പോൾ ഞാനത് ഇത് ചെറിയ ലെങ്ത്തേ ഉള്ളൂ. അത്തം ദിവസം നമുക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു ഒരു ഫ്രണ്ടിൻ്റെ. അപ്പോൾ അത് റിസപ്ഷൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഉണ്ടാവുമല്ലോ. ചിലർക്ക് നമ്മളത് പോസ്റ്റ് ചെയ്യണ സമയത്ത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആസ് യൂഷ്വൽ 5:30 ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാനെൻ്റെ ഓരോ പണികളിങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഇവനെ കെട്ടിയിടേണ്ട ആവശ്യം വലിയ ടാസ്ക് അല്ല. അവനെ വിളിച്ച് കഴിഞ്ഞാൽ അവൻ വന്ന് നിന്ന് തരും. അപ്പോൾ ചെറിയ 2 പീക്കിരികൾ വന്ന് കൂടിയിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ ഇവന് ഷെയ്ക്ക് ഹാൻഡ് ചോദിച്ചപ്പോൾ തരാൻ വയ്യ. അവനാണെന്നുണ്ടെങ്കിൽ ഫുൾ നല്ല ആക്റ്റീവാണ്. ഒരു നല്ല കുട്ടികൾ. അത് എവിടുന്നോ വന്ന് കൂടിയതാട്ടോ. അപ്പോൾ എനിക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്നതിന് ഓടി വന്ന് അവൻ പിടിക്കുന്ന സീനാണ്. എല്ലാവർക്കും അത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഞാൻ പറ്റണ പോലെ ക്യാപ്ചർ ചെയ്തു. കാരണം ഇരുട്ടല്ലേ. അപ്പോൾ അത് ഞാൻ അടിച്ചു വാരി രാവിലെ അത്തമല്ലേ. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ചത് കാരണം എന്താ വെച്ചാൽ ട്യൂഷന് കുട്ടികൾ വരുമ്പോഴേക്കും അടിച്ചു വാരലും പൂവിടൽ പിന്നെ അമ്മ ചെയ്തോളും. അപ്പോൾ ചാണകമൊക്കെ തേച്ച് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അവൻ ഇങ്ങനെ കളിക്കുക. അത് കഴിഞ്ഞ് ഞാൻ നനയ്ക്കാണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്യണ ദിവസം നല്ല മഴ കേട്ടോ. പക്ഷെ അത്തം ദിവസം നല്ല വെയിലായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ ആ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കണതൊക്കെ നനച്ചു. അത് കഴിഞ്ഞ് ട്യൂഷന് പിള്ളേർ വന്നു. എക്സാമുകളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഒക്കെ ഇനി 10 ദിവസം ലീവൊക്കെയാണ്. ചിലവർക്ക് ഇടയിൽ എടുക്കേണ്ടി വരും. എന്നാലും ലീവാണ്. ഷോർട്സ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അവരുടെ സന്തോഷം. അപ്പോൾ അമ്മ ഇട്ടതാട്ടോ പൂവ്. ആദ്യം ഞാൻ ഇട്ടിട്ട് ചാണകം തേച്ചതിൻ്റെ അവിടെ നമ്മുടെ വീടിന് നേരെ ആയില്ല. അപ്പോൾ വീണ്ടും അമ്മ അതിനെ ശരിയാക്കി വെച്ചു. ഓക്കെ. അപ്പോൾ അങ്ങനെ രാവിലത്തെ പണികൾ ചോറാവുന്നുണ്ട്, കറി പരിപ്പിട്ടിട്ടുണ്ട് അപ്പുറത്ത്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഈ ചോറും കറിയും രാവിലെ തന്നെ ആയാണ്ടല്ലോ പകുതി പണി കഴിയും. പിന്നെ രാവിലെ ഉപ്മാവിൻ്റെ പണിയായിരുന്നു. അപ്പോൾ വലിയ പാടുണ്ടായിരുന്നില്ല. ഉപ്മാവും പഴം വേവിച്ചതൊക്കെ ഇവിടെ ഇഷ്ടമാണ് രാവിലെ കഴിക്കാൻ. അപ്പോൾ പിന്നെ ഉച്ചത്തേന്നും എടുത്തിട്ടില്ല. വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഫുഡ് കഴിക്കലും ഒന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ റിസപ്ഷന് പോവുക കേട്ടോ. ഇത് എൻ്റെ ഒപ്പം കമ്പ്യൂട്ടർ TTC പഠിച്ച ചേച്ചിയുടെ ആങ്ങളുടെ കല്യാണമാണ്, റിസപ്ഷനാണ് കേട്ടോ. അവരൊക്കെ പൂനെയിൽ സെറ്റിൽഡാണ്. ചേച്ചിയുടെ പേര് സവിത എന്നാണ്. സവിതയുടെ അനിയൻ സുജിത്തിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടുത്ത് തന്നെയായിരുന്നു. നമ്മുടെ വായനശാല, കുഞ്ചസ്മാരക വായനശാല പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. അത് ഹരി ഇത് പോസ്റ്റ് ചെയ്യരുതെന്ന് ഹരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അനുമതി ഇല്ലാതെ ഞാനത് പോസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. കാരണം എന്താ വെച്ചാൽ കൊടുക്കേണ്ട ഗിഫ്റ്റ് എൻ്റെ കയ്യിലാണ്. എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അമ്മയാണ് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇത് നയന, സവിതയുടെ മോളാണ്. ഇവളെ ഞാൻ ചെറുതിലേ കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. നല്ല ക്യൂട്ട് കുട്ടി കേട്ടോ. അവൾ നല്ല പഠിക്കും, നല്ല മിടുക്കത്തിയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഫേസൊക്കെ ചിലവരുടെ ഫേസ് കാണിക്കാനൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർക്കതിൽ നമ്മളെ ഫുൾ സപ്പോർട്ടാണ് കേട്ടോ. വീഡിയോയിലും ലൈവിലൊക്കെ വന്ന് മെസ്സേജ് അയക്കും. പക്ഷേ അവരുടെ ഫേസ് കാണിക്കലൊക്കെ നമുക്കറിയാലോ. ചില ഫാമിലിയൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ ഫേസിൻ്റെ ഭാഗം കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ബ്ലറാക്കി വെക്കുന്നുണ്ട്. കാരണം അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഫാമിലി ഫോട്ടോയുടെ ഒരു ഫോട്ടോ ഫ്രെയിം ആട്ടോ ഉണ്ടാക്കിയത്. അമ്മയും അച്ഛനും എല്ലാവരും കൂടി ഉള്ളത്. അപ്പോൾ ഞാനത് ഫോക്കസ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമാവണ്ട വെച്ചിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ, ഈ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാവും. അത് അന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നാമത് രാവിലെയാണ് ഞാനത് വോയിസ് ഓവർ ചെയ്യണേ. രണ്ടാമത് ചെറിയതായിട്ടൊരു ചുമ പിടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. വീഡിയോസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ല രീതിയിലുള്ള വീഡിയോസൊക്കെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ കൂടിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ ഫാമിലിയുടെ കേട്ടോ. അപ്പോൾ താങ്ക് യു.